നമസ്കാരം, ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. ATM കൗണ്ടർ കൊള്ളയടിച്ച കേസിലെ പ്രതികളെ തൃശൂരിലെത്തിച്ചു. പ്രതികളുമായി വെള്ളിയാഴ്ച തെളിവെടുപ്പ് നടത്തും. ജില്ലയിലെ ഓട്ടുകമ്പനി തൊഴിലാളികൾക്ക് 15% ബോണസ് നൽകാൻ തീരുമാനം. ഒക്ടോബർ 10-നകം ബോണസ് സംഖ്യ വിതരണം ചെയ്യും. തൊട്ടിപ്പാൾ മുളങ്ങ റോഡിന്റെ ബാലൻസ് പ്രവൃത്തികൾക്കായി 7.87 കോടി രൂപ അനുവദിച്ചതായി KK രാമചന്ദ്രൻ MLA അറിയിച്ചു. ഏറെ പ്രതീക്ഷയോടെ വിഭാവനം ചെയ്ത പുലിക്കണ്ണി സബ്സ്റ്റേഷൻ പദ്ധതി ശാപമോചനം നേടുന്നു. വനം വകുപ്പിൽ നിന്ന് വൈദ്യുതി വകുപ്പ് ഏറ്റെടുത്ത സ്ഥലം കാട് കയറിയ നിലയിൽ. അളഗപ്പ് നഗർ പഞ്ചായത്തിൽ 3 മാസമായി തെരുവുവിളക്കുകൾ ശരിയായി കത്തുന്നില്ലെന്നാരോപിച്ച് LDF പഞ്ചായത്ത് അംഗങ്ങൾ മെഴുകുതിരി കത്തിച്ച് പ്രതിഷേധിച്ചു. വരാക്രയിലെ താത്രിക്കുളം കാട് മൂടിയ നിലയിൽ. ജലാശയം ശുദ്ധീകരിക്കണമെന്ന ആവശ്യവുമായി നാട്ടുകാർ. വാർത്തകൾ വിശദമായി. ATM കൗണ്ടർ കൊള്ളയടിച്ച കേസിലെ പ്രതികളെ തൃശൂരിലെത്തിച്ചു. ജനറൽ ആശുപത്രിയിലെ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം CJM കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ 5 ദിവസത്തേക്ക് തൃശൂർ ഈസ്റ്റ് പോലീസിന്റെ കസ്റ്റഡിയിൽ വിട്ടു. പ്രതികളുമായി ശനിയാഴ്ച ഷൊർണൂർ റോഡിലെ ATM സെന്ററിലെത്തി ഈസ്റ്റ് പോലീസ് തെളിവെടുപ്പ് നടത്തും. ഇതിനുശേഷം സംഘം മോഷണം നടത്തിയ കോലഴിയിലെ ATMലും ഇരിങ്ങാലക്കുട മാപ്രാണത്തെ ATMലും എത്തിച്ച് തെളിവെടുപ്പ് നടത്തും. വിയൂർ, ഇരിങ്ങാലക്കുട പോലീസാണ് ഇവിടങ്ങളിൽ തെളിവെടുപ്പ് നടത്തുക. തുടർന്ന് പ്രതികളെ തിരികെ തമിഴ്നാട്ടിലെ ജയിലിലേക്ക് കൊണ്ടുപോകും. കഴിഞ്ഞ 27-ന് പുലർച്ചെയാണ് പ്രതികൾ തൃശൂരിലെ 3 ATMകൾ തകർത്ത് 65 ലക്ഷം രൂപ കവർന്നത്. മോഷണശേഷം മോഷ്ടിച്ച പണവും കാറും പ്രതികളും സഹിതം കണ്ടെയ്നർ ലോറിയിൽ കയറി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെയാണ് തമിഴ്നാട് നാമക്കലിൽ വെച്ച് പിടിയിലാവുന്നത്. 7 പേരടങ്ങിയ മോഷണ സംഘത്തിൽ ഒരാൾ തമിഴ്നാട് പോലീസിന്റെ വെടിയേറ്റ് മരിക്കുകയും മറ്റൊരു പ്രതിക്ക് കാലിൽ വെടിയേറ്റ് തമിഴ്നാട്ടിൽ ചികിത്സയിലുമാണ്. ബാക്കിയുള്ള 5 പ്രതികളെയാണ് തൃശൂരിൽ എത്തിച്ചത്. ജില്ലയിലെ ഓട്ടുകമ്പനി തൊഴിലാളികൾക്ക് 15% ബോണസ് നൽകാൻ ജില്ലാ ലേബർ ഓഫീസർ KS സുജിത് ലാലിന്റെ സാന്നിധ്യത്തിൽ നടത്തിയ ചർച്ചയിൽ തീരുമാനമായി. ഓണത്തിന് മുൻപ് നടന്ന നിരവധി ചർച്ചകളിൽ ബോണസ് തീരുമാനമാകാത്തതിനെ തുടർന്ന് കഴിഞ്ഞ 25-ന് ജില്ലയിലെ ഓട്ടുകമ്പനി തൊഴിലാളികൾ സൂചനാ പണിമുടക്ക് സമരവും പ്രതിഷേധ യോഗങ്ങളും നടത്തിയിരുന്നു. ജില്ലാ ലേബർ ഓഫീസറെ കൂടാതെ തൊഴിലാളികളെ പ്രതിനിധീകരിച്ച് CITU പ്രതിനിധികളായ AV ചന്ദ്രൻ, PK പുഷ്പാകരൻ, INTUC പ്രതിനിധികളായ ആന്റണി കുറ്റൂക്കാരൻ, CL ആൻഡോ, AITUC പ്രതിനിധികളായ PG മോഹനൻ, KV പ്രസാദ്, BMS പ്രതിനിധി P ഗോപിനാഥൻ എന്നിവരും ഉടമകളെ പ്രതിനിധീകരിച്ച് സെൻട്രൽ കേരള ടൈൽ മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ജോസ് J മഞ്ഞളി, സെക്രട്ടറി MK സന്തോഷ്, ഭാരവാഹികളായ CP ചന്ദ്രൻ, VK രവികുമാർ, KS ബാബു, KR രാമദാസ് എന്നിവരും കരാറിൽ ഒപ്പുവെച്ചു. ഒക്ടോബർ 10-നകം ബോണസ് സംഖ്യ വിതരണം ചെയ്യും. പറപ്പൂക്കര പഞ്ചായത്തിൽ കരാറുകാരന്റെ അനാസ്ഥ മൂലം മുടങ്ങിക്കിടന്നിരുന്ന കുറുമാലി തൊട്ടിപ്പാൾ മുളങ്ങ റോഡിന്റെ ബാലൻസ് പ്രവൃത്തികൾക്കായി 7.87 കോടി രൂപ അനുവദിച്ചതായി KK രാമചന്ദ്രൻ MLA അറിയിച്ചു. 10 കോടി രൂപ അനുവദിച്ച് നിർമ്മാണം ആരംഭിച്ചെങ്കിലും കരാറുകാരന്റെ അനാസ്ഥ മൂലം KK രാമചന്ദ്രൻ MLA നടത്തിയ ഇടപെടലിനെ തുടർന്ന് പൊതുമരാമത്ത് വകുപ്പ് കരാറുകാരനെ ഒഴിവാക്കുകയായിരുന്നു. ബാലൻസ് പ്രവൃത്തികളുടെ എസ്റ്റിമേറ്റിനാണ് നിലവിൽ അനുമതി ലഭിച്ചിട്ടുള്ളത്. എത്രയും വേഗം ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് റോഡിന്റെ നിർമ്മാണം പുനരാരംഭിക്കാനാകുമെന്ന് MLA അറിയിച്ചു. ഏറെ പ്രതീക്ഷയോടെ വിഭാവനം ചെയ്ത പുലിക്കണ്ണി സബ്സ്റ്റേഷൻ പദ്ധതി ശാപമോചനം നേടുന്നു. പദ്ധതിക്കായി വനം വകുപ്പിൽ നിന്ന് വൈദ്യുതി വകുപ്പ് ഏറ്റെടുത്ത സ്ഥലം കാട് കയറി കിടക്കുകയാണ്. മുൻ MLA പ്രൊഫസർ C രവീന്ദ്രനാഥിന്റെ സുസ്ഥിര പുതുക്കാട് വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പുലിക്കണ്ണി സബ്സ്റ്റേഷന് സ്ഥലമെടുപ്പും അനുബന്ധ സൗകര്യങ്ങളും പൂർത്തിയാക്കിയത്. വനംവകുപ്പിന്റെ സ്ഥലം ഏറ്റെടുത്ത വൈദ്യുതി വകുപ്പ് ചുറ്റുമതിലും ഗേറ്റും ഉൾപ്പെടെ സ്ഥാപിച്ചിട്ട് വർഷങ്ങളായി. പദ്ധതിക്ക് മൊത്തം 15.5 കോടിയാണ് പ്രതീക്ഷിക്കുന്ന ചിലവ്. എന്നാൽ പദ്ധതി സാമ്പത്തികമായി ലാഭകരമാകില്ലെന്ന് വകുപ്പ് തല റിപ്പോർട്ട് വന്നതോടെ സബ്സ്റ്റേഷൻ നിർമ്മാണത്തിന് വേറെ വഴി കണ്ടെത്തേണ്ട സ്ഥിതിയായി.
തുടർന്നാണ് കേന്ദ്ര സർക്കാരിന്റെ RDS സ്കീമിൽ ഉൾപ്പെടുത്തി പദ്ധതി നടപ്പാക്കാൻ വകുപ്പ് തീരുമാനിച്ചത്. സാമ്പത്തികമായി സുസ്ഥിരവും കാര്യക്ഷമവുമായ വിതരണ മേഖലയിലൂടെ ഉപഭോക്താക്കൾക്ക് വൈദ്യുതി വിതരണത്തിന്റെ ഗുണനിലവാരവും വിശ്വാസ്യതയും മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ പദ്ധതിയാണ് RDS സ്കീം. 2021 പഞ്ചവത്സര പദ്ധതിയായി ആരംഭിച്ച സ്കീമിന്റെ രണ്ടാം ഘട്ടം പുലിക്കണ്ണി പദ്ധതിക്കായി ദീർഘിപ്പിക്കും എന്നാണ് വകുപ്പിന്റെ പ്രതീക്ഷ. ചിമ്മിനി ഡാമിൽ നിന്ന് പുറത്തേക്കൊഴുക്കുന്ന വെള്ളം കൊണ്ടാണ് ചിമ്മിനി ചെറുകിട ജലവൈദ്യുത പദ്ധതിയിൽ ഉൽപ്പാദനം നടത്തുന്നത്. ചിമ്മിനിയിൽ നിന്ന് പുതുക്കാട് സബ്സ്റ്റേഷനിൽ എത്തിച്ചാണ് ഇപ്പോൾ വൈദ്യുതി വിതരണം. കിലോമീറ്ററുകളോളം കേബിൾ ശൃംഖല വഴി വൈദ്യുതി എത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഉൽപ്പാദന പ്രസരണ നഷ്ടങ്ങൾ കുറച്ച് മേഖലയിലെ വൈദ്യുതി വോൾട്ടേജ് പ്രശ്നങ്ങൾക്ക് പരിഹാരം എന്നതാണ് പുലിക്കണ്ണി സബ്സ്റ്റേഷന്റെ പ്രസക്തി. RDS സ്കീമിന്റെ രണ്ടാം ഘട്ടം പുലിക്കണ്ണി സബ്സ്റ്റേഷനും ഗുണകരമാകുമെന്ന പ്രതീക്ഷയിലാണ് വൈദ്യുതി വകുപ്പും നാട്ടുകാരും. KK രാമചന്ദ്രൻ MLA നേതൃത്വത്തിൽ ജില്ലാ വികസന സമിതി പുലിക്കണ്ണി സബ്സ്റ്റേഷൻ യാഥാർത്ഥ്യമാക്കാനുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തു. പുലിക്കണ്ണി സബ്സ്റ്റേഷനായി വനം വകുപ്പിൽ നിന്ന് വൈദ്യുതി വകുപ്പ് ഏറ്റെടുത്ത സ്ഥലമാണ് ഇങ്ങനെ കാട് കയറി നശിക്കുന്നത്. RDS സ്കീമിന്റെ രണ്ടാം ഘട്ടത്തിൽ ഉൾപ്പെടുത്തി ഈ പദ്ധതി യാഥാർത്ഥ്യമാകുമെന്ന പ്രതീക്ഷയിലാണ് വൈദ്യുതി വകുപ്പും നാട്ടുകാരും. ക്യാമറാമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. അളഗപ്പനഗർ ഗ്രാമപഞ്ചായത്തിൽ തെരുവ് വിളക്കുകൾ ശരിയായി കത്തുന്നില്ലെന്നാരോപിച്ച് LDF പഞ്ചായത്ത് അംഗങ്ങൾ മെഴുകുതിരി കത്തിച്ച് പ്രതിഷേധിച്ചു. കേടായതിനു പകരം പുതിയ ബൾബുകൾ ലഭിക്കുന്നില്ലെന്ന് സമരക്കാർ ആരോപിച്ചു. പുതിയ സ്ട്രീറ്റ് മെയിൻ വലിക്കാൻ തീരുമാനിച്ചിട്ടും പ്രസ്തുത പ്രദേശങ്ങളിൽ ലൈൻ വലിക്കുന്നില്ലെന്നും ഓഫീസിന് മുൻപിൽ മെഴുകുതിരി കത്തിച്ച് പ്രതിഷേധിച്ചവർ ആരോപിച്ചു. ഓണത്തിന് മുൻപ് എല്ലാവർക്കും ബൾബ് ലഭ്യമാക്കും എന്ന പ്രസിഡന്റിന്റെ ഉറപ്പും ലംഘിക്കപ്പെട്ടതായി സമരക്കാർ കുറ്റപ്പെടുത്തി. LDF പാർലമെന്ററി പാർട്ടി നേതാവ് PK ശേഖരൻ ഉദ്ഘാടനം ചെയ്തു. PS പ്രീജു, VK വിനീഷ്, സജ്ന, ഷിബു, ശൈലജ നാരായണൻ, അശ്വതി പ്രവീൺ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. അതേസമയം സാങ്കേതിക വിഷയങ്ങളിൽ ടെൻഡർ നടപടികൾ വൈകിയതാണ് ബൾബുകൾ യഥാസമയം ലഭ്യമാക്കാൻ തടസ്സമായതെന്ന് പ്രസിഡന്റ് K രാജേശ്വരി പ്രതികരിച്ചു. അളഗപ്പനഗർ ഗ്രാമപഞ്ചായത്തിൽ വരാക്കരയിലെ താത്രിക്കുളം കാടുമൂടിയ നിലയിൽ. പറമ്പും കുളവും തമ്മിൽ തിരിച്ചറിയാൻ സാധിക്കാത്ത അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. ഇഴജന്തുക്കളുടെയും സാമൂഹ്യ വിരുദ്ധരുടെയും താവളമായി ഇവിടെ മാറിയിരിക്കുകയാണെന്നാണ് നാട്ടുകാരുടെ പരാതി. പഞ്ചായത്ത് അധികൃതരോട് പലതവണ പരാതിപ്പെട്ടെങ്കിലും ഫലമുണ്ടായില്ല. മുൻപ് ഇവിടെ നിന്ന് ജലപദ്ധതിയുടെ പമ്പിംഗ് നടന്നിരുന്നു. കുളവും പുല്ലുമൂടി കിടക്കുകയാണ്. സംരക്ഷിക്കപ്പെടേണ്ട ജലാശയം നാശോന്മുഖമാകുന്നത് കണ്ടില്ലെന്ന് നടിക്കുന്ന അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെ പ്രതിഷേധത്തിലാണ് നാട്ടുകാർ. ജലാശയം ശുദ്ധീകരിക്കുകയും ചെയ്യണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. കൊടകര പൂനിലാർക്കാവ് ദേവീക്ഷേത്രത്തിൽ നവരാത്രി നൃത്ത സംഗീതോത്സവത്തിന് തുടക്കമായി. ക്ഷേത്രം തന്ത്രിമാരായ തെക്കേടത്ത് പെരുമ്പടപ്പ് ദാമോദരൻ നമ്പൂതിരി, അഴകത്ത് ഹരീഷ് നമ്പൂതിരി, ഊരാളൻ, പടിഞ്ഞാറംകുന്നത്ത് ജയസൂര്യ നമ്പൂതിരി എന്നിവർ ചേർന്ന് ഭദ്രദീപം തെളിയിച്ചു. തുടർന്ന് നടന്ന യോഗം സീരിയൽ താരം ശിവാനി മേനോൻ ഉദ്ഘാടനം ചെയ്തു. പൂനിലാർക്കാവ് ദേവസ്വം പ്രസിഡന്റ് D നിർമ്മൽ അധ്യക്ഷത വഹിച്ചു. പിന്നണി ഗായിക വർഷ വിക്രം മുഖ്യാതിഥിയായി. ദേവസ്വം സെക്രട്ടറി E രവീന്ദ്രൻ, പ്രോഗ്രാം കൺവീനർ രാമചന്ദ്രൻ പയ്യാക്കൽ എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് നവരാത്രി സംഗീത മണ്ഡപത്തിൽ രാധേയം നൃത്തവിദ്യാലയത്തിന്റെ രംഗപൂജ അരങ്ങേറി. കൊടകര പുത്തുക്കാവ് ദേവി ക്ഷേത്രത്തിൽ ദേവി ഭാഗവത നവാഹയജ്ഞത്തിന് തുടക്കമായി. തന്ത്രി അഴകത്തുമനിക്കൽ ഹരീഷ് കുമാർ നമ്പൂതിരി ഭദ്രദീപം തെളിയിച്ചു. ക്ഷേത്രം പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ എടാട്ട്, സെക്രട്ടറി MN രാമൻ നായർ, വൈസ് പ്രസിഡന്റ് MK പ്രേമൻ, ജോയിന്റ് സെക്രട്ടറി പ്രസന്നകുമാർ എന്നിവർ പ്രസംഗിച്ചു. പള്ളിപ്പാട് ശിവദാസൻ സ്വാമി യജ്ഞാചാര്യനായിട്ടുള്ള നവാഹയജ്ഞം ഈ മാസം 11-ന് ആറാട്ടോടെ സമാപിക്കും. പുതുക്കാട് സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ലഹരി വിരുദ്ധ ക്യാമ്പയിനിന്റെ ഭാഗമായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ KG രാധാകൃഷ്ണൻ ക്ലാസ് നയിച്ചു. പ്രിൻസിപ്പൽ ഗിൽസ് A പല്ലൻ, PTA പ്രസിഡന്റ് KV മനോജ്, MPTA പ്രസിഡന്റ് റോസ മിനി ഫ്രാൻസിസ്, SPG കൺവീനർ CB ശ്രീലേഖ എന്നിവർ പ്രസംഗിച്ചു. അളഗപ്പനഗർ ത്യാഗരാജാർ പോളിടെക്നിക് കോളേജ് തിരഞ്ഞെടുപ്പിൽ SFI സ്ഥാനാർത്ഥികൾ വിജയിച്ചു. ചെയർമാനായി PJ മുസമ്മിൽ ജലാൽ, ജനറൽ സെക്രട്ടറിയായി MM കാർത്തികേശൻ, വൈസ് ചെയർമാനായി KS പ്രജാപതി, ലേഡി വൈസ് ചെയർമാനായി KP പൂജ, PUC KA അലൻ, ആർട്ട് സെക്രട്ടറി KS നീരജ് കൃഷ്ണ, മാഗസിൻ എഡിറ്ററായി സായൂജ് K സന്തോഷ് എന്നിവരാണ് വിജയിച്ചത്. ആമ്പല്ലൂരിൽ SFI പ്രവർത്തകരുടെ വിജയാഹ്ലാദവും പ്രകടനവും നടന്നു.
അളഗപ്പ നഗർ പോളിടെക്നിക് കോളേജിലെ തിരഞ്ഞെടുപ്പ് പ്രമാണിച്ച് SFI പ്രവർത്തകർ കോളേജിലെ പ്രധാന കവാടത്തിൽ സ്ഥാപിച്ച ബാനർ നീക്കം ചെയ്തു. SFIയെ വിജയിപ്പിക്കൂ എന്നെഴുതിയ ബാനറാണ് നീക്കം ചെയ്തത്. വെള്ളിയാഴ്ച രാവിലെയാണ് ബാനർ സ്ഥാപിച്ചത്. കോളേജ് പ്രിൻസിപ്പൽ പുതുക്കാട് പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയെ തുടർന്നാണ് നടപടി. പുതുക്കാട് SIമാരായ AV ലാലു, N പ്രദീപ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും സ്ഥലത്തെത്തിയിരുന്നു. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിലെ മറ്റത്തൂർ മുതൽ വെള്ളിക്കുളങ്ങര വരെയുള്ള ബ്രാഞ്ച് കനാൽ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം വൃത്തിയാക്കുന്ന പദ്ധതി മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി ബിബി ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം ദിവ്യ സുധീഷ്, കൊടകര ഫാർമേഴ്സ് ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗം ML വിനു, ഗോപി കുണ്ടനി എന്നിവർ സന്നിഹിതരായി. മറ്റത്തൂർ മുതൽ വെള്ളിക്കുളങ്ങര വരെ തോട് വൃത്തിയാക്കുന്നതിന്റെ ഭാഗമായി 7500 തൊഴിൽ ദിനങ്ങളാണ് തൊഴിലാളികൾക്ക് ലഭിക്കുന്നത്. ഇറിഗേഷൻ കനാലിന്റെ സ്പോട്ടുകൾ വൃത്തിയാക്കുന്ന പദ്ധതിയും ഈ വർഷം നടപ്പിലാക്കുന്നുണ്ട്. 18 കിലോമീറ്ററാണ് നമ്മുടെ മറ്റത്തൂര് തൊട്ട് വെള്ളിക്കുളങ്ങര വരെയാണ് ഈ ബ്രാഞ്ച് കനാലിൻ്റെ നീളം. മറ്റത്തൂര് തൊട്ട് വെള്ളിക്കുളങ്ങര വരെ തൊഴിലുറപ്പ് പദ്ധതി ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്രാവശ്യം നമ്മൾ വൃത്തിയാക്കുന്നത്. അതുപോലെ തന്നെ കനാലിൻ്റെ സ്പൗട്ടുകൾ ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഇറിഗേഷന് നമ്മൾ ഫണ്ട് ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്യാനായിട്ട് ഇപ്രാവശ്യം തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൂടെ നമുക്കൊരു ശാശ്വത പരിഹാരം കാണാൻ കഴിയും എന്നാണ് കരുതുന്നത്. നമുക്കറിയാം തൊഴിലുറപ്പ് മേഖല ഇപ്പോൾ വലിയൊരു പ്രതിസന്ധിയാണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിനിന്റെ ഭാഗമായി ഫാസ്പാടിയുടെ ആഭിമുഖ്യത്തിൽ കോടാലി ആൽത്തറ പരിസരത്ത് നടന്ന ശുചീകരണ പ്രവർത്തനങ്ങൾ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി ബിബി ഉദ്ഘാടനം ചെയ്തു. ഫാസ്പാടി പ്രസിഡന്റ് TK ലാലൻ അധ്യക്ഷത വഹിച്ചു. VK കാസിം, IR അരവി, T ബാലകൃഷ്ണ മേനോൻ, VM ഹംസ, ഷീല രാജൻ എന്നിവർ പ്രസംഗിച്ചു. തൃശൂർ നെഹ്റു യുവ കേന്ദ്രയുമായി സഹകരിച്ചാണ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചത്. തൃക്കൂർ ഗവൺമെന്റ് LP സ്കൂളിൽ പഞ്ചാരിമേളം അരങ്ങേറ്റം നടത്തി. KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. തൃക്കൂർ ജയകൃഷ്ണൻ, ശിവപ്രസാദ് എന്നിവരുടെ ശിക്ഷണത്തിൽ 18 കുട്ടികളാണ് അരങ്ങേറ്റം നടത്തിയത്. ജില്ലാ പഞ്ചായത്ത് അംഗം ജോസഫ് ടാജറ്റ്, ചേർപ്പ് വിദ്യാഭ്യാസ ഉപജില്ലാ ഓഫീസർ MB സുനിൽകുമാർ എന്നിവർ മുഖ്യാതിഥികളായി. പഞ്ചായത്ത് അംഗം മായ രാമചന്ദ്രൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ ജിഷ ഡേവീസ്, പ്രധാനാധ്യാപിക L ജസീമ എന്നിവർ പ്രസംഗിച്ചു. പഠനത്തോടൊപ്പം കലാരംഗത്തും കുട്ടികളുടെ മികവ് പ്രകടിപ്പിക്കുന്നതിനായി സ്കൂളിൽ ആരംഭിച്ച പഞ്ചാരി മേളത്തിൽ പരിശീലനം നേടിയ ആദ്യ ബാച്ചിന്റെ അരങ്ങേറ്റമാണ് നടന്നത്. വനിതാ ശിശു വികസന ഓഫീസിന്റെയും സങ്കൽപ്പിന്റെയും ജില്ലാ സാക്ഷരതാ മിഷന്റെയും സംയുക്താഭിമുഖ്യത്തിൽ പച്ചമലയാളം സർട്ടിഫിക്കറ്റ് കോഴ്സിന്റെ ഉദ്ഘാടനവും അന്താരാഷ്ട്ര സാക്ഷരതാ ദിനാചരണവും നടത്തി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ വനിതാ ശിശു വികസന ഓഫീസർ P മീര അധ്യക്ഷത വഹിച്ചു. സാക്ഷരതാ മിഷൻ ജില്ലാ പ്രോജക്ട് കോർഡിനേറ്റർ കൊച്ചുറാണി മാത്യു, KS ധന്യ, സുജിത് BS എന്നിവർ സംസാരിച്ചു. ജില്ലാ സാക്ഷരതാ മിഷൻ തൃശൂരിന്റെ ഏറ്റവും പ്രായം കൂടിയ 10ാം തരം തുല്യതാ പഠിതാവായ NB അബ്ദുൾ വഹാബിനെ ആദരിച്ചു. മുപ്ലിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഓൺലൈനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ശനിയാഴ്ച രാവിലെ 10:30 നിർവഹിക്കും. വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി അധ്യക്ഷനാകും. KK രാമചന്ദ്രൻ MLA ശിലാഫലകം അനാച്ഛാദനം ചെയ്യും. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി മുഖ്യാതിഥിയാകും. പുതിയ കെട്ടിടത്തിന്റെ താക്കോൽദാനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് നിർവഹിക്കും. നെല്ലായി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മഞ്ഞളി ഫാമിലി ട്രസ്റ്റിന്റെ 7ാം വാർഷികവും കുടുംബസംഗമവും ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികൾക്കുള്ള ആദരണീയവും നടത്തി. നെല്ലായി സെന്റ് മേരീസ് പള്ളി വികാരി ഫാദർ തോമസ് എളങ്കുന്നപ്പുഴ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ജോൺ മാസ്റ്റർ മഞ്ഞളി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം സനൽ മഞ്ഞളി മുഖ്യപ്രഭാഷണം നടത്തി. ഗായകൻ ശ്രീകുമാർ നന്ദിക്കര മുഖ്യാതിഥിയായിരുന്നു. MD ജോർജ് കുട്ടികൾക്കുള്ള സമ്മാന വിതരണം നടത്തി. സെക്രട്ടറി MJ ജോർജ്, MK വർഗീസ്, MR റപ്പായി, MA വർഗീസ്, MR ജോസ്, PC ആനീസ്, PRO സീക്കോ മഞ്ഞളി എന്നിവർ സംസാരിച്ചു. വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ചെങ്ങാലൂർ യൂണിറ്റും റീഡേഴ്സ് ഫോറം വായനശാലയും സംയുക്തമായി നമ്മുടെ കുട്ടികളെ കൂടുതൽ നന്നായി എങ്ങനെ പഠിപ്പിക്കാം എന്ന വിഷയത്തിൽ രക്ഷിതാക്കൾക്കായി ശില്പശാല സംഘടിപ്പിച്ചു. AA ബേബി ഉദ്ഘാടനം ചെയ്തു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ചെങ്ങാലൂർ യൂണിറ്റ് സെക്രട്ടറി TR രാജേഷ് അധ്യക്ഷത വഹിച്ചു. കുട്ടികളുടെ പഠന വൈഷമ്യങ്ങളെ മുൻനിർത്തി പഠനങ്ങളും അന്വേഷണങ്ങളും നടത്തുന്ന മുൻ സിവിൽ സർവന്റ് KP കരുണാകരൻ വിഷയാവതരണം നടത്തി.
കുട്ടികളുടെ ഭക്ഷണവും പോഷണവും സംബന്ധിച്ച് ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർ ഫിൽറോസ് വിശദീകരിച്ചു. റീഡേഴ്സ് ഫോറം വയനശാല പ്രവർത്തകൻ കെ അനീഷ് കുമാർ എന്നിവർ പ്രസംഗിച്ചു. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ 18ാം ഗഡുവിന്റെ തീയതി പ്രഖ്യാപിച്ചു. അപേക്ഷ സമർപ്പിച്ച അർഹരായ കർഷകർക്ക് ശനിയാഴ്ച തുക ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് ലഭിക്കും. PM കിസാൻ യോജനയുടെ ഏകദേശം 8.5 കോടി ഗുണഭോക്താക്കൾക്ക് ഒരു ഗഡുവിൽ 2000 രൂപ എന്ന കണക്കിൽ ഒരു വർഷത്തിൽ 3 തവണയായി 6000 രൂപ ലഭിക്കുന്നു. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ 17 ഗഡുക്കളാണ് കേന്ദ്ര സർക്കാർ ഇതുവരെ പുറത്തിറക്കിയത്. സ്കീമിന് കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ കർഷകർക്കും അവരുടെ അക്കൌണ്ടിലേക്ക് പണം ക്രെഡിറ്റ് ചെയ്യുമ്പോൾ സ്റ്റാറ്റസിന്റെ ട്രാക്ക് പരിശോധിക്കാൻ കഴിയും. അതേസമയം ലഭിക്കുന്നതിന് KYC നിർബന്ധമാണെന്ന് അർഹരായ കർഷകർ ശ്രദ്ധിക്കേണ്ടതാണ്. OTP അടിസ്ഥാനമാക്കിയുള്ള KYC PM കിസാൻ പോർട്ടലിൽ ലഭ്യമാണ്. അല്ലെങ്കിൽ ബയോമെട്രിക് അടിസ്ഥാനമാക്കിയുള്ള KYCക്കായി അടുത്തുള്ള CSC കേന്ദ്രങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്. സംശയ നിവാരണത്തിന് PM കിസാൻ ഹെൽപ്പ് ലൈൻ നമ്പറായ 155261 അല്ലെങ്കിൽ 011243000606 എന്നതിൽ ബന്ധപ്പെടാം. സംസ്ഥാനത്ത് സ്വർണ്ണവില സർവകാല റെക്കോർഡിലേക്ക് ഉയർന്നു. പവന് 80 രൂപ ഉയർന്നു. ഇതോടെ സ്വർണ്ണവില 57,000-ലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു പവൻ സ്വർണത്തിന്റെ വില 56,960 രൂപയാണ്. തുടർച്ചയായ 3ാം ദിനമാണ് സ്വർണ്ണവില ഉയരുന്നത്. 3 ദിവസം കൊണ്ട് 560 രൂപയാണ് സ്വർണത്തിന് വർദ്ധിച്ചത്. 1 ഗ്രാം 22 കാരറ്റ് സ്വർണത്തിന്റെ ഇന്നത്തെ വില 10 രൂപ ഉയർന്ന് 7,120 രൂപയായി. 1 ഗ്രാം 18 കാരറ്റ് സ്വർണത്തിന്റെ വില 5,885 രൂപയാണ്. വടക്കൻ ബംഗാൾ ഉൾക്കടലിനും ബംഗ്ലാദേശ് പശ്ചിമ ബംഗാൾ തീരത്തിനും മുകളിലായി ന്യൂനമർദ്ദം രൂപപ്പെട്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തെക്ക് കിഴക്കൻ അറബിക്കടലിൽ ചക്രവാത ചുഴി നിലനിൽക്കുന്നു. ഇതിന്റെ ഫലമായി കേരളത്തിൽ അടുത്ത 7 ദിവസം വ്യാപകമായി നേരിയ ഇടത്തരം മഴയ്ക്ക് സാധ്യതയുണ്ട്. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഒക്ടോബർ 9 വരെ ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കാലാവസ്ഥ: കൂടിയ ചൂട് 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 24 ഡിഗ്രി സെൽഷ്യസ്. ചെമ്പൂച്ചിറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ HST ഇംഗ്ലീഷ് തസ്തികയിൽ ദിവസവേതന അടിസ്ഥാനത്തിൽ താൽക്കാലിക ഒഴിവുണ്ട്. യോഗ്യതയുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകളും കോപ്പികളുമായി ശനിയാഴ്ച രാവിലെ 11-ന് സ്കൂളിൽ നേരിട്ട് അഭിമുഖത്തിന് ഹാജരാകേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 0480278035 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. കെൽട്രോണിൽ ഡിപ്ലോമ ഇൻ മോണ്ടിസോറി ടീച്ചർ ട്രെയിനിംഗ്, +2 പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ പ്രീ സ്കൂൾ ടീച്ചർ ട്രെയിനിംഗ്, SSLC എന്നീ കോഴ്സുകളുടെ ഒഴിവുള്ള സീറ്റുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. താൽപര്യമുള്ളവർ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുമായി അടുത്തുള്ള കെൽട്രോൺ നോളജ് സെന്ററിൽ നേരിട്ട് ഹാജരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9072592412 9072592416 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുക. ജില്ലയിൽ മുൻഗണനാ വിഭാഗം മഞ്ഞ, പിങ്ക് റേഷൻ കാർഡുകളിലെ മുഴുവൻ അംഗങ്ങളുടെയും KYC മസ്റ്ററിംഗ് ഒക്ടോബർ 8 വരെ ദീർഘിപ്പിച്ചു. സൗജന്യ റേഷൻ ലഭിക്കുന്നവരുടെ KYC അപ്ഡേഷൻ ബയോമെട്രിക് വിവരങ്ങളിലൂടെ ഉറപ്പാക്കുന്നതിനാണ് മസ്റ്ററിംഗ് നടത്തുന്നത്. മസ്റ്ററിംഗ് സമയത്ത് റേഷൻ കാർഡ്, ആധാർ കാർഡ് എന്നിവ കരുതേണ്ടതാണ്. സ്വർണ്ണവില: സ്വർണം ഗ്രാമിന് 7,120 രൂപ, പവന് 56,960 രൂപ. പറപ്പൂക്കര ആലപ്പാട്ട് തെക്കേതല പരേതനായ യോഹന്നാൻ ഭാര്യ ത്രേസ്യ അന്തരിച്ചു. 88 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച രാവിലെ 10-ന് പറപ്പൂക്കര സെന്റ് ജോൺസ് ഫൊറോന പള്ളിയിൽ. ജോയ്, മോളി എന്നിവർ മക്കളും ആലിസ്, ജോണി എന്നിവർ മരുമക്കളുമാണ്. പുതുക്കാട് കണ്ണമ്പത്തൂർ കാരേപ്പറമ്പിൽ ബെനഡിക്ട് അന്തരിച്ചു. 57 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. ATM കൗണ്ടർ കൊള്ളയടിച്ച കേസിലെ പ്രതികളെ തൃശൂരിലെത്തിച്ചു. പ്രതികളുമായി വെള്ളിയാഴ്ച തെളിവെടുപ്പ് നടത്തും. ജില്ലയിലെ ഓട്ട് കമ്പനി തൊഴിലാളികൾക്ക് 15% ബോണസ് നൽകാൻ തീരുമാനം. ഒക്ടോബർ 10-നകം ബോണസ് സംഖ്യ വിതരണം ചെയ്യും. തൊട്ടിപ്പാൾ മുളങ്ങ റോഡിന്റെ ബാലൻസ് പ്രവൃത്തികൾക്കായി 7.87 കോടി രൂപ അനുവദിച്ചതായി KK രാമചന്ദ്രൻ MLA അറിയിച്ചു.
ഏറെ പ്രതീക്ഷയോടെ വിഭാവനം ചെയ്ത പുലിക്കടി സബ്സ്റ്റേഷൻ പദ്ധതി ശാപമോചനം നേടുന്നു. വനം വകുപ്പിൽ നിന്ന് വൈദ്യുതി വകുപ്പ് ഏറ്റെടുത്ത സ്ഥലം കാട് കയറിയ നിലയിൽ. അളഗപ്പ് നഗർ പഞ്ചായത്തിൽ 3 മാസമായി തെരുവുവിളക്കുകൾ ശരിയായി കത്തുന്നില്ലെന്ന് ആരോപിച്ച് LDF പഞ്ചായത്ത് അംഗങ്ങൾ മെഴുകുതിരി കത്തിച്ച് പ്രതിഷേധിച്ചു. വരാക്രയിലെ താത്രിക്കുളം കാട് മൂടിയ നിലയിൽ. ജലാശയം ശുദ്ധീകരിക്കണമെന്ന ആവശ്യവുമായി നാട്ടുകാർ. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.